എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. PM കിസാൻ സമ്മാൻ നിധി കർഷകർക്കായി വർഷം തോറും 6000 രൂപ ലഭിക്കുന്ന ഒരു പദ്ധതിയാണ് PM കിസാൻ സമ്മാൻ നിധി. ഇത് കേന്ദ്രത്തിന്റെ ഒരു പദ്ധതിയാണ്. അപ്പോൾ ചെറുകിട നാമമാത്ര കർഷകർക്ക് വേണ്ടിയിട്ട് കേന്ദ്രം ഒരുക്കിയിരിക്കുന്ന ഒരു പദ്ധതിയാണ് PM കിസാൻ സമ്മാൻ നിധി. ഒരു പക്ഷേ പലർക്കും ഈ ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഇത് കൃഷി ആവശ്യത്തിനായിട്ട് തരുന്നത് എന്നുള്ളത് കുറേ പേർക്ക് ഇത് മനസ്സിലാകാത്തൊരു സാഹചര്യമുണ്ട്. എന്നോടൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഇതിന്റെ പെൻഷൻ ഇതുവരെ എത്തിയിട്ടില്ല, കേന്ദ്രത്തിൽ നിന്നുള്ള കർഷകർക്കുള്ള പെൻഷൻ എന്നുള്ളതാണ് ചിലർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് നമുക്ക് കൃഷി ചെയ്യാനായിട്ട്, ചെറുകിട നാമമാത്ര കർഷകർക്ക് കൃഷി ചെയ്യാനായിട്ട് കേന്ദ്രം നൽകിയിരിക്കുന്ന ഒരു പദ്ധതിയാണ്. അങ്ങനെയുള്ളവരെ സഹായിക്കാനായിട്ട്, നിങ്ങൾ കൃഷിയിൽ വർധനവുണ്ടാകാനായിട്ടാണ് കേന്ദ്രം ഈ ഒരു PM കിസാൻ സമ്മാൻ നിധി എന്നൊരു പദ്ധതിയുമായിട്ട് മുന്നോട്ട് വന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഈ ഒരു തുക വാങ്ങുമ്പോൾ നിരവധി കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. നമ്മൾ കണ്ടിട്ടുള്ളതാണ്. 2022 നമുക്ക് ലാൻഡ് സീഡിങ്, ബാങ്ക് സീഡിങ്, KYC ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമായിരുന്നു. ഇടയ്ക്കൊക്കെ ഓരോരോ കാര്യങ്ങൾ ചെയ്യണമായിരുന്നു. ഇപ്പോൾ 2024 അപേക്ഷ കൊടുത്ത അപ്രൂവൽ ആയിട്ടുള്ള നിരവധി ആൾക്കാരുണ്ട്. അവർക്കിപ്പോൾ ഇന്നെലിജിബിലിറ്റി എന്നൊരു കാര്യം വന്നിട്ടുണ്ട്. അതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ: നമ്മുടെ തലമുറയായി ലഭിച്ച ഭൂമിയായിരിക്കണം, ബിഫോർ 2019 രേഖകൾ സമർപ്പിക്കണം. അതൊക്കെയാണുള്ള റീസൺ അവിടെ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ 2024 നമുക്ക് വന്നിരിക്കുന്ന ഒരു നിയമപ്രകാരം പുതിയ അപേക്ഷ കൊടുക്കുന്നവർ നിങ്ങൾ ആദ്യം ഫാർമർ വേണ്ടി നിർബന്ധമായിട്ടും എടുത്തിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഭൂമി അച്ഛനിൽ നിന്നോ അമ്മയിൽ നിന്നോ, മരണപ്പെട്ടു പോയ അച്ഛനിൽ നിന്നോ അമ്മയിൽ നിന്നോ ലഭിച്ചിരിക്കുന്ന ഭൂമിയായിരിക്കണം. അതല്ല മറ്റു ബന്ധുക്കളിൽ നിന്ന് ലഭിച്ച ഭൂമിയാണെങ്കിലും നിങ്ങൾക്കത് അപേക്ഷിക്കാം. ആ ഒരു നിയമപ്രകാരമായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. കേന്ദ്രം ഇങ്ങനൊരു കാര്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത് തന്നെ എല്ലാ മാസവും അല്ലെങ്കിൽ ഓരോ ദിവസവും അനുസരിച്ച് പുതിയ ആപ്ലിക്കേഷന്റെ എണ്ണം കൂടുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ കേന്ദ്രം കൊണ്ടുവന്നിരിക്കുന്നത്. ഇങ്ങനെ കൊണ്ടുവന്നത് കൊണ്ട് തന്നെയും അധികം ആൾക്കാർ ഇതിൽ ഉൾപ്പെടില്ല എന്നുള്ളൊരു ധൈര്യത്തിലാണ് കേന്ദ്രത്തിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു നീക്കം വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയും നമുക്ക് പുതിയ ആപ്ലിക്കേഷൻ പ്രകാരം മരണപ്പെട്ടു പോയ അച്ഛനിൽ നിന്നോ അമ്മയിൽ നിന്നോ മാത്രമേ നമുക്ക്, അല്ലെങ്കിൽ മറ്റു ബന്ധുക്കളിൽ നിന്ന് ലഭിച്ചിട്ടുള്ളവർക്ക് മാത്രമേ ഇനി PM കിസാൻ സമ്മാൻ നിധി അപേക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് നിങ്ങൾക്ക് ഏത് ലാൻഡ് ടാക്സിന്റെ കോപ്പി വെച്ചുകൊണ്ട് തന്നെയും അപേക്ഷിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു 2 മാസം മുമ്പേ രജിസ്റ്റർ ചെയ്ത ഭൂമിയാണെങ്കിലും അതിന്റെ ലാൻഡ് ടാക്സ് വെച്ചും ഇങ്ങനെ കിട്ടിയിരിക്കുന്ന ഭൂമി നിങ്ങൾക്ക് PM കിസാൻ സമ്മാൻ നിധിയിൽ അപേക്ഷിക്കാനായിട്ട് സാധിക്കും. അത് അപേക്ഷിക്കുമ്പോൾ തന്നെയും അവരുടെ ഡീറ്റെയിൽസ് നിങ്ങൾ നൽകണം. വേറൊരു KYC, നമ്മുടെ KYC അല്ലാതെ തന്നെയും നിങ്ങളുടെ സ്പൗസിന്റെ KYC അപ്ഡേറ്റ് ചെയ്യണം. അങ്ങനെ നിരവധി നിയമങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 2 പേര് വാങ്ങുന്നവർ, അവരെ കേന്ദ്രം പുറത്താക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരേ അഡ്രസ്സിൽ തന്നെ നമുക്ക് വാങ്ങുന്നത്, ഇപ്പം ചേട്ടനും അനിയനുമാണെങ്കിൽ ഒരേ അഡ്രസ്സിൽ വാങ്ങിച്ചിട്ടുള്ളവരാണെങ്കിൽ അവരെയും കേന്ദ്രം പുറത്താക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വന്നിരിക്കുന്ന സ്റ്റാറ്റസിനകത്ത് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് കൃഷി ഓഫീസ് ചെന്ന് കഴിഞ്ഞാൽ അതിന് വ്യക്തമായിട്ടൊരു ധാരണ നമുക്ക് ലഭിക്കുന്നില്ല. നിങ്ങൾ എപ്പോഴും അക്ഷയയിലോട്ട് ഓടിച്ചെന്ന് ചോദിച്ചിട്ട് കാര്യങ്ങളില്ല. അതുപോലെ തന്നെ റിജക്റ്റ് ആയിട്ടുള്ളവർക്കും നമുക്കിപ്പോൾ ഒന്നും തന്നെയും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അത് നമുക്ക് എഡിറ്റ് ചെയ്ത് മാറ്റാൻ സാധിക്കുന്നില്ല. മറ്റു പ്രശ്നങ്ങളൊന്നും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. വേറൊരു രീതിയിലേക്കാണ് ഇപ്പോൾ PM കിസാൻ സമ്മാനിന്റെ സ്റ്റാറ്റസ് മാറിയിരിക്കുന്നത്. അതിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റങ്ങൾ വരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇതൊക്കെ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഫാർമർ ID, നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ID എടുക്കണം എന്നുള്ളത് കേന്ദ്രം നിർദ്ദേശിച്ചിരുന്നു. ആ ഫാർമർ ID നമ്മുടെ പ്ലോട്ടുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കണം. ലിങ്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പ്ലോട്ട് ID നമുക്ക് അവിടെ ഉണ്ടാകുന്നതാണ്. ആ പ്ലോട്ട് ID നമുക്ക് എപ്പോഴും ജനറേറ്റ് ആയിരുന്നിരിക്കും. ആ പ്ലോട്ട് ID എപ്പോഴും നമ്മുടെ PM കിസാൻ സമ്മാനിലും അപ്ഡേഷൻ ആയിരിക്കും. എല്ലാ കാര്യങ്ങളും ഇനിയിപ്പോൾ കേന്ദ്രത്തിന് ഡയറക്റ്റ് ആയിട്ട് തന്നെ അറിയാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ലാൻഡ് സീഡിങ് ചെയ്തപ്പോഴും ഇങ്ങനെ ഒരു മെത്തേഡ് തന്നെയാണ് കൊണ്ടുവന്നത്. വീണ്ടും ഇങ്ങനൊരു സെൻട്രൽ ഗവൺമെന്റിന്റെ ID കൊണ്ടുവന്നപ്പോഴും ഈ ഒരു ഇത് തന്നെയാണ്. നമ്മുടെ സ്ഥലവുമായിട്ട് നമ്മുടെ ഫാർമർ ID ലിങ്ക് ചെയ്യും. ഈ ലിങ്ക് ചെയ്യുന്ന വിവരങ്ങളാണ് കേന്ദ്രത്തിന് ഇനി ലഭിക്കുന്നത്. അപ്പോൾ സ്ഥലത്തിന്റെ എന്തെങ്കിലുമൊക്കെ, പക്ഷേ ഇങ്ങനെ ചെയ്യുന്ന സമയത്തൊരു പ്രധാന പ്രശ്നം വരുന്നത്, ചിലരൊക്കെ ഈ PM കിസാൻ സമ്മാൻ നിധി അപേക്ഷിച്ചിരുന്നപ്പോഴും 2 പേര് അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. കാരണം ലാൻഡ് ടാക്സ് അടയ്ക്കുമ്പോൾ 2 പേര്, ഭാര്യയും ഭർത്താവും ഉൾപ്പെടുന്നുണ്ട്. ഒരു പക്ഷേ ആ ഒരു ലാൻഡ് വെരിഫൈ ചെയ്യുന്ന സമയത്ത്, റവന്യൂവിൽ വെരിഫൈ ചെയ്യുന്ന സമയത്ത് കൊടുത്തിരിക്കുന്ന നമ്മുടെ രേഖ, ഇപ്പം നമ്മുടെ പേരാണ് കൊടുത്തിരിക്കുന്നത്, അവരത് വെരിഫൈ ചെയ്യുമ്പോൾ 2 പേര് അതിനകത്ത് ഉൾപ്പെടുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കത് റിജക്ഷനിലേക്ക് വരും. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ അഗ്രിസ്റ്റാക്ക് ഫാർമർ രജിസ്ട്രേഷൻ ID ചെയ്യുന്ന സമയത്ത് തന്നെയും നമുക്ക് നമ്മുടെ ഫാർമർ ID അവിടെ ജനറേറ്റ് ആവുകയാണ്. ഈ ഫാർമർ ID മാത്രം നമ്മുടെ കൈവശം ഉണ്ടായാൽ മതി. നമ്മൾ ഈ ഭൂമി വെച്ച് തന്നെയാണ് നമ്മൾ PM കിസാൻ സമ്മാൻ നിധി ഇതുവരെയും വാങ്ങുന്നത്. അപ്പോൾ അതിനകത്ത് കേന്ദ്രത്തിന് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇവിടുത്തെ അഗ്രിസ്റ്റാക്ക് ഫാർമർ രജിസ്ട്രേഷൻ ID റിജക്റ്റ് ആയാലും നമുക്ക് സാഹചര്യമില്ല. നമുക്ക് ജനറേറ്റ് ആയി നമ്മുടെ ഫാർമർ ID അവിടെ ജനറേറ്റ് ആയിട്ടുണ്ടോ എന്ന് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ആ ഫാർമർ ID ലഭിച്ചിട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് PM കിസാൻ സമ്മാൻ നിധി 21ാമത്തെ ഗഡുവൊന്നും മുടങ്ങാതെ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പദ്ധതി പ്രകാരം കൃഷി ചെയ്യാനായിട്ട് കേന്ദ്രം തരുന്നത് കൊണ്ട് തന്നെയും അവർ 100 നിയമങ്ങൾ നമ്മുടെ മുന്നിൽ കൊണ്ടുവരും. അതെല്ലാം നമ്മൾ പാലിച്ചേ മതിയാവുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയും നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. എല്ലാവരും നിർബന്ധമായിട്ടും ഫാർമർ രജിസ്ട്രേഷൻ ID എടുത്തിരിക്കണം. ആ ഫാർമർ ID ഉള്ളവർക്ക് മാത്രമേ PM കിസാൻ സമ്മാൻ നിധി തുക വിതരണം ലഭിക്കുകയുള്ളൂ. 21ാമത്തെ ഗഡുവൊന്നും നമുക്ക് ഉടൻ തന്നെ എത്താൻ പോവുകയാണ്. അതിന്റെ നടപടി നീക്കങ്ങളെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും എല്ലാ കാര്യങ്ങളും കറക്റ്റാക്കി വെക്കുക. നിങ്ങൾക്ക് തുക മുടങ്ങാതെ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.